എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെങ്കിൽ മനുഷ്യ ജീനോം പദ്ധതി. 1990കളിലാണ് മനുഷ്യ ജീനോം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി വിവിധ ലാബുകളിൽ 2003 വരെ നീണ്ടുനിന്ന ഗവേഷണങ്ങളുടെ ഫലമായി മനുഷ്യനിലെ ജനിതക രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. മാപ്പ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രദേശം എവിടെയാണെന്ന് കണ്ടെത്താനാണ്. അതുപോലെ നമ്മുടെ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ പറയുന്ന പേരാണ് ജീനോം. ഇനി മനുഷ്യരുടെ DNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നത് ജീനുകളാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ജീനുകൾ ഒഴിച്ച് ബാക്കി ഒരുവിധം ജീനുകളെല്ലാം പ്രവർത്തനക്ഷമമല്ല. അവയാണ് ജങ്ക് ജീൻ എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ പറയുന്ന പേരാണ് ജീനോം. മനുഷ്യ ജീനോം പദ്ധതി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആരംഭിച്ചത് 1990 മുതലാണ്. 2003 വരെ നീണ്ടുനിന്നു. ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNA-യിൽ എവിടെയാണെന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ. ഇനി ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ, മനുഷ്യ ജീനോമിൽ ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്. ഏകദേശം 24,000-ഓളം സജീവ ജീനുണ്ട്. ഇനി മനുഷ്യ DNA-യുടെ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്, അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ്. ഇനി മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. അത്രയും വ്യത്യാസമേ ഓരോ ആളുകളും തമ്മിലുള്ളൂ. 0.2% മാത്രമാണ് DNA-യിലെ വ്യത്യാസം. മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. അതുകൊണ്ടാണ് പല ചികിത്സാ രീതിക്കും ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് ഉപയോഗിക്കുന്നത്, ബാക്ടീരിയയുടെ ജീനുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീനോമിലെ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനം. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേംസാണ് ജനിതക പരിഷ്കാരം വരുത്തി ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ചിലതരം പ്രോട്ടീനുകൾ അതുപയോഗിച്ച് ചികിത്സിക്കുന്ന ചില രോഗങ്ങളും. അതിലൊന്നാണ് ഇൻറ്റർഫെറോൺ. ഇൻറ്റർഫെറോൺ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ്. മറ്റൊന്ന് ഇൻസുലിൻ. ഇൻസുലിൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസുലിൻ തകരാറ് കൊണ്ട് പ്രമേഹം എന്ന രോഗാവസ്ഥ വരാം. അങ്ങനെ പ്രമേഹ രോഗികൾക്ക് ആ രോഗത്തിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടിയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. ആ ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇപ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് വഴി നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇൻസുലിൻ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് പ്രമേഹമാണ്. മറ്റൊന്ന് എൻഡോർഫിൻ. വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീനാണ് എൻഡോർഫിൻ. വേദനയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എൻഡോർഫിൻ. സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ വളർച്ചാ ഹോർമോണാണ്. അതും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളർച്ചാ വൈകല്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ജനിതക എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ചെടുത്ത പ്രോട്ടീൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. അതിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് CRISPR Cas9. ഇതിൽ Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNA-യും അടങ്ങിയിരിക്കുന്നു. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. അതിൽ ഉപയോഗിക്കുന്ന ജനിതക കത്രികയാണ് CRISPR Cas9. Cas9 എന്ന് പറയുന്നത് എൻസൈമാണ്. എൻസൈമും ഒരു ഗൈഡഡ് RNA-യും അടങ്ങിയിരിക്കുന്നു. ജീൻ എഡിറ്റിംഗ് നടത്തിയ ഇരട്ടക്കുട്ടികൾ ചൈനയിൽ ജനിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു. HIV പ്രതിരോധിക്കാനുള്ള ശേഷി ഈ കുട്ടികൾ ജീൻ എഡിറ്റിങ്ങിലൂടെ നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ജീൻ തെറാപ്പിയുടെ അനന്ത സാധ്യതകളിലേക്കാണ് ഈ സാങ്കേതിക വിദ്യ വാതിലുകൾ തുറക്കുന്നത്. എന്നാൽ ഇത് ഒട്ടേറെ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇത്തരം പരീക്ഷണങ്ങളുടെ ചൂഷണ സാധ്യതകളും അപകടകരമായ പാർശ്വഫലങ്ങളും സംഭവിക്കാനിടയുള്ള മൂല്യശോഷണവും കണക്കിലെടുക്കാതെയുള്ള ഗവേഷണങ്ങൾക്ക് എതിരെ ലോകവ്യാപക പ്രതിഷേധം ഇരമ്പുകയാണ്. അപ്പോൾ ഇതൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ നിലവിലുണ്ട്.
ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ വാർത്തകളിലും മറ്റും കേൾക്കുന്ന ഒരു പദമാണ് DNA പരിശോധന നടത്തി കണ്ടെത്തി അല്ലെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കണ്ടെത്തി എന്നൊക്കെ. എന്താണ് ഈ DNA പരിശോധന, എന്താണ് DNA ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്? ഇപ്പം ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് സോഷ്യൽ മീഡിയകളിലും ഒക്കെ പ്രൊഫൈൽ ഉണ്ടാവും അല്ലേ. പ്രൊഫൈലിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, നമ്മളെ സംബന്ധിച്ച വിവരങ്ങൾ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുക്കുക. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നത് ജനിതക ശാസ്ത്രത്തിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. 1984 അലക് ജെഫ്രി എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ ചില പരീക്ഷണങ്ങളാണ് DNA പരിശോധന എന്ന സാധ്യതയിലേക്ക് വഴിതെളിച്ചത്. അപ്പോൾ DNA പരിശോധനയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് അലക് ജെഫ്രിയാണ്. 1984 അദ്ദേഹം നടത്തിയ ചില പരീക്ഷണങ്ങളാണ് DNA പരിശോധനയിലേക്ക് വഴിതെളിച്ചത്. ഇനി ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമായിരിക്കും. ഈ കണ്ടെത്തലാണ് DNA പരിശോധനയ്ക്ക് അടിസ്ഥാനമായത്. നമ്മൾ ആധാർ എടുക്കുമ്പോഴും ഒക്കെ നമ്മുടെ വിരലടയാളം എടുക്കും. അതിന് കാരണം ഒരാളുടെ വിരലടയാളമായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക, വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെയാണ് DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു കണ്ടെത്തലാണ് DNA പരിശോധനയുടെ അടിസ്ഥാനം. എല്ലാവർക്കും ഒരേ ന്യൂക്ലിയോടൈഡിൻ്റെ ക്രമീകരണമാണെങ്കിൽ ഇങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യമില്ല, കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ലഭിക്കില്ല. പക്ഷേ ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. പക്ഷേ അതിൽ സമാനതകൾ ഉണ്ടാവുക രക്തബന്ധത്തിൽപ്പെട്ടവർക്കായിരിക്കും. രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് ഈ DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ സമാനതകൾ ഉണ്ടാവും. ആ ഒരു കണ്ടെത്തൽ വെച്ചിട്ടാണ് DNA പരിശോധന പല മേഖലകളിലും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ DNA പരിശോധന അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിൽ ഏറ്റവും സമാനത അടുത്ത ബന്ധുക്കൾ തമ്മിലായിരിക്കും, അതായത് രക്തബന്ധത്തിൽപ്പെട്ടവർക്കായിരിക്കും. അതിനാൽ കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ തിരിച്ചറിയാനും പ്രകൃതിക്ഷോഭം, യുദ്ധം തുടങ്ങിയ കാരണങ്ങളാൽ നഷ്ടപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ തിരിച്ചറിയാനും DNA പ്രൊഫൈലിംഗ് സഹായകമാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ കാണാതായ ഒരു കുട്ടി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ ആ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആരാണെന്ന് കണ്ടെത്തണമെങ്കിൽ അങ്ങനെ സംശയിക്കുന്ന ആളുകളുടെ DNAയും ഈ കുട്ടിയുടെ DNAയുമായിട്ട് ഒത്തുനോക്കുകയാണ് ചെയ്യുക. അങ്ങനെ DNA ടെസ്റ്റ് വഴി നമുക്ക് കുടുംബ പാരമ്പര്യം കണ്ടെത്താൻ പറ്റും, നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഉള്ള തർക്കങ്ങളിലും ഒക്കെ DNA പരിശോധന ഉപയോഗപ്പെടുത്താറുണ്ട്. പിന്നെ പ്രകൃതിക്ഷോഭ, യുദ്ധം തുടങ്ങിയ കാരണങ്ങളെ കാണാതായവരെ കണ്ടെത്തുമ്പോഴും, അതേപോലെ ഈ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് മരിച്ചുപോയവരുടെ മൃതദേഹം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ അത് അഴുകിയിരിക്കും, ആളുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഈ DNA പരിശോധനയാണ് നടത്തുക. പിന്നെ മറ്റൊന്ന്, കുറ്റകൃത്യങ്ങളിൽ DNA ടെസ്റ്റ് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അതായത് കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലെ DNA സംശയിക്കപ്പെടുന്നവരുടെ DNAയുമായിട്ട് താരതമ്യം ചെയ്യും. ആരുടേതാണോ കറക്റ്റ് മാച്ചായി വരുന്നത് ആ ആളായിരിക്കും കുറ്റവാളി.